കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള കണ്ടൽക്കാടിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മനി. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വൈപ്പിനിൽ തുടങ്ങിയ കണ്ടൽക്കാട് വളർത്തലിൽ സഹകരിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച് ജർമ്മനിയിലെ ബെർലിൻ ആസ്ഥാനമായ പരിസ്ഥിതി സംരക്ഷണ കൺസൾട്ടൻസിയായ സിൽവയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ജർമ്മനി നടത്തുന്ന ബ്ലൂ കാർബൺ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ഇത് നടത്തുന്നത്. സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ബ്ലൂമെർക്ക് ഇന്ത്യ ഫൗണ്ടേഷനാണ് വൈപ്പിനിലെ പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. കൊച്ചിയിലെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന മുരുകേശന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായാണ് തങ്ങൾ ഈ രംഗത്തേക്ക് വന്നതെന്ന് ബ്ലൂമെർക്ക് ചെയർമാൻ R ബാലചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിലാണ് MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഇതിന്റെ നടത്തിപ്പിൽ പങ്കാളിയായത്. വൈപ്പിൻ തീരപ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത്. ആദ്യ വർഷം വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യാനായിട്ട് 20,000-ഓളം തൈകളും തയ്യാറാക്കും. ഇതിനുള്ള നഴ്സറി സ്ഥാപിക്കുന്നതിന് പിന്തുണയുമായിട്ട് മത്സ്യഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങളും താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ആറന്മുള അടക്കമുള്ള ചില പഞ്ചായത്തുകളും കണ്ടൽ വളർത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാടുകൾ സൃഷ്ടിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായുള്ള പ്രജനനം നടത്താനായിട്ട് അനുയോജ്യമായ ഇടം കൂടിയാണിത്. സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കുവാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. അഴിമുഖങ്ങളും ചതുപ്പുകളും കായലോരങ്ങളും പുഴകളും കടലും ചേരുന്നിടത്തുള്ള ഉപ്പ് കലർന്ന വെള്ളം കണ്ടൽ ചെടികൾ വളരാനായിട്ട് ഏറ്റവും അനുയോജ്യമാണ്.